ഹായ് വെൽക്കം ടു ദ സ്റ്റോറി പാൻഡ ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. അവളോട് ചോദിക്കും, നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അവളപ്പോൾ ചോദിക്കും, നിനക്കെല്ലാം മനസ്സിലായോ? അവൻ വീണ്ടും ചോദിക്കും, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തേ? അവൾ പറയും, എനിക്ക് പേടിയായിരുന്നു നിനക്കെന്നെ ഇഷ്ടമാവില്ല എന്ന്. പറയും, അതുകൊണ്ടാണോ നീ എന്നെ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചത്? അവളപ്പോൾ പറയും, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ചെയ്തത്. അപ്പോഴേക്കും അവൾ അവനെ കിസ് ചെയ്യും. അവളിപ്പോഴും വിചാരിക്കുന്നത് ഇവളാണ് പെന്നി, ഇവളാണ് ഷെൻമിയാൻ എന്ന കാര്യം അവൻ മനസ്സിലാക്കിയെന്നാണ്. പക്ഷെ അതല്ലല്ലോ. അവനപ്പോൾ പറയും, ലിയാങ് നിങ്ങളൊരു കപ്പിളല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്നോ. അപ്പോഴാണ് പെന്നിക്ക് കാര്യം മനസ്സിലാവുന്നത്. അവൻ എന്നിട്ട് അവളോട് ചോദിക്കും, ഞാനിപ്പോൾ ഈ കാര്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഇത് എന്നോട് എപ്പോൾ പറയാനാണ് ഉദ്ദേശിച്ചിരുന്നത്? അവളപ്പോൾ പറയും, നിനക്ക് ഡിവോഴ്സ് കിട്ടുന്നത് വരെ സത്യമായിട്ടും ഞാൻ നിന്നോട് കള്ളം പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നതേ അല്ല. അവനപ്പോൾ അവളെ ഹഗ് ചെയ്തിട്ട് പറയും, എനിക്കറിയാം നീ എന്നോട് കള്ളം പറഞ്ഞത് ഞാൻ വിവാഹിതനായതുകൊണ്ടല്ലേ. എന്നിട്ട് അവൻ പറയും, ഗ്രാൻഡ് പാ എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഷെൻമിയാനെ സഹായിക്കുവാണെങ്കിൽ എനിക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന്. അവളപ്പോൾ പറയും, എനിക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റും നീ കള്ളമല്ല പറയുന്നതെന്ന്? ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഞാനും കൂടാം. അവനപ്പോൾ അവളോട് പറയുന്നുണ്ട്, ഞാനിത് എങ്ങനെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, നീ ഇനി തെറ്റിദ്ധരിച്ചാലോ. അവരെന്നിട്ട് രണ്ടുപേരും കൂടി മറ്റേ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ പോയി എന്തെങ്കിലും തെളിവ് കിട്ടുമെന്നറിയാൻ വേണ്ടി അന്വേഷിക്കുകയാണ്. അവളപ്പോൾ അവിടെ ഒരു ലോക്കർ കാണും. അയാളെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ ഫോണിൽ നിന്ന് ഒരു ഫയൽ കാണിച്ചു കൊടുക്കുക ഒക്കെ. അതിൽ ഷെൻമിയാൻ്റെ രണ്ടാനമ്മയായ സൂലാൻ്റെ ബർത്ത് ഡേറ്റും ഉണ്ടായിരുന്നു. അതവർ ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കും. പക്ഷേ ടടാ, ലോക്കറിൻ്റെ പാസ്വേഡ് അത് തന്നെയായിരുന്നു. പക്ഷേ അഡ്വക്കേറ്റ് വീണ്ടും തിരിച്ച് ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ആ ടേബിളിനടിയിൽ ഉള്ള സ്പേസിൽ കയറി ഒളിച്ചിരിക്കും. ഇയാളാണെങ്കിൽ അപ്പോൾ ഫോണിൽ സൂലാൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവളുടെ ഓവർസീസ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് അയാൾ പറയുന്നത്. അതേസമയം ടേബിളിന് താഴെ ആണെങ്കിൽ ഈ ഒരു അവസരം മുതലെടുക്കുകയാണ്. അവളെ നല്ല ടൈറ്റായിട്ട് തന്നെ പിടിച്ചിരിപ്പോട്ട്. അയാൾ പോയിട്ടും അവൻ അവളെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഫയലെല്ലാം അവർ പിറ്റേ ദിവസം ഇരുന്ന് അനലൈസ് ചെയ്യാണ്. കുറേ ട്രാൻസാക്ഷൻസ് വേറൊരു കമ്പനിയുടെ പേരിൽ നടത്തിയിട്ടുണ്ട്. അതൊരു ഷെൽ കമ്പനിയാണ്. അത് സൂലാൻ്റെ ബ്രദറിൻ്റെ പേരിലാണുള്ളത്. ഈ കമ്പനിയുടെ പേരിലാണ് സൂലാൻ കുറേ പൈസ അവളുടെ അച്ഛൻ്റെ പേരിൽ തട്ടിയെടുത്തത്. അവളിപ്പം മനസ്സിലാലോചിക്കുകയാണ്, എനിക്ക് മുമ്പേ അറിയാമായിരുന്നു അവർക്ക് അച്ഛനോട് ഒരു ഇഷ്ടവും ഇല്ലായിരുന്നു. അവരച്ഛൻ്റെ പൈസയെ ലക്ഷ്യമാക്കിയിട്ടാണ് കൂടെ നിന്നത്. അവളപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, അവർക്ക് ആ പൈസ തിരിച്ച് അവരുടെ കമ്പനിയിലേക്ക് തന്നെ കിട്ടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? അവനപ്പോൾ പറയും, വഴിയുണ്ടാകും, മുഴുവൻ കിട്ടണമെന്നില്ല, ചിലപ്പോൾ കുറച്ചൊക്കെ നഷ്ടമാകാം, എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്നിട്ട് അവനവളോട് പറയും, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടേ? അവളപ്പോൾ പറയും, ഞാൻ ടെൻഷൻ അടിക്കുന്നതൊന്നുമല്ല, പക്ഷേ ആ സൂലാൻ എന്ന് പറയുന്ന സ്ത്രീ അവർ കുറച്ച് ഉടായ്പ തന്നെയാണ്. അവരില്ലായിരുന്നെങ്കിൽ ഷെൻമിയാന് ഇത്രയും പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. അവനപ്പോൾ ഒരു കോൾ വരികയാണ്. അവരുടെ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, അയാൾ ഒളിവിൽ പോയിരിക്കുകയാണെന്നും പറഞ്ഞാണ് കോൾ വരുന്നത്. നമ്മുടെ ആളുകളെ വെച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് ഒളിവിൽ പോവേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അയാളാണെങ്കിൽ സൂലാനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, എത്ര നാൾ ഞാനിങ്ങനെ ഒളിവിലിരിക്കും? അവരപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഹണി, ഇതെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആ പൈസ ഒന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി എബ്രോഡ് പോവാം. ഹണി എന്ന് പറയുന്ന വിളിയിലും തന്നെ അയാൾ വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോൾ പുറത്തുനിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരാണതെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡോറും തള്ളി തുറന്ന് പെന്നിയും അങ്ങോട്ടേക്ക് വരികയാണ്. അയാൾ അവിടെ ഇരുന്നൊരു കത്തി കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ സ്വന്തം കഴുത്തിലേക്ക് കത്തി കാണിച്ചിട്ട് പറയും, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ എന്നെ തന്നെ കൊല്ലും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അയാൾ എന്നിട്ട് അവളോട് പറയും, സുലാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്, നീ നല്ല സ്മാർട്ടാണ് ഷെൻമിയാൻ. നീ മിസ്റ്റർ ഫൂവയും കൊണ്ടാണല്ലോ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്, സമ്മതിച്ചിരിക്കുന്നു നിന്നെ. അവളപ്പോൾ പറയും, സൂലാനാണ് ഈ ഒരവസ്ഥയിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചത്. ഈ ഒരവസ്ഥയിലിരിക്കുമ്പോഴും നിങ്ങൾ അവരെക്കുറിച്ച് തന്നെയാണല്ലോ ചിന്തിക്കുന്നത്. അയാളപ്പോൾ പറയും, എന്നെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഒരു പേപ്പർ എടുത്ത് അയാളുടെ മുന്നിലേക്ക് ഇട്ടിട്ട്, നോക്ക്, നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുമെന്നും പറഞ്ഞ് അയാൾക്ക് കൊടുക്കുകയാണ്. സൂലാൻ നിങ്ങളെയും ചതിക്കുകയായിരുന്നു. അയാളപ്പോൾ ഉടനെ സൂലാൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കും. പക്ഷേ സ്വിച്ച്ഡ് ഓഫ് എന്നാണ് കേൾക്കുന്നത്. അപ്പോഴാണ് അയാൾക്ക് ശരിക്കും മനസ്സിലായത് സൂലാൻ ഇയാളെയും ചതിക്കുകയായിരുന്നെന്ന്. അവൾ വന്നിട്ട് പറയും, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സൂലാനോട് റിവഞ്ചും ചെയ്യാം. അവൾ അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അയാൾ കത്തി പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് വെക്കുകയാണ്. അയാൾ എന്നിട്ട് അവളോട് പറയും, സൂലാനേക്കാളും എനിക്ക് നിൻ്റെ ഫാമിലിയോടാണ് ദേഷ്യം. അപ്പോൾ ചിന്തിക്കുന്നത് ഇവളെ അയാൾ ഷെൻമിയാനാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നാണ്. അവളുടെ കഴുത്തിന് നേരെ കത്തി കാണിച്ചാൽ നമ്മുടെ വിടൂ. അയാൾക്കിട്ട് ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് അവളെ ഇങ്ങ് അടുപ്പിക്കുകയാണ്. എന്നിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരും. അവൾക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വോമിറ്റിംഗ് ടെൻഡൻസീസൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്.
ഇവളുടെ സിസ്റ്റർ ഷെൻ വൂയാനാണെങ്കിൽ ഇവരിങ്ങനെ സീക്രട്ടായിട്ട് വാച്ച് ചെയ്യാറുണ്ട്. ഇവരിപ്പോഴും സ്നേഹത്തിലാണെന്ന് കാണുമ്പോൾ ഷെൻമിയാൻ്റെ ബേബി ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫൂ അവളോട് പറയും, പെന്നി നീ ഇന്നത്തെ പോലെ അത്ര ഇമ്പൾസീവ് ആവാൻ പാടില്ല, നീ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം. കണ്ടില്ലേ, അയാൾ നിന്നെ ഷെൻമിയാനാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇന്നങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളപ്പോൾ അവനോട് പറയും, ഭാഗ്യത്തിന് അയാൾ ഷെൻമിയാനെ കണ്ടിട്ടില്ല. അവനപ്പോൾ അവളോട് പറയും, നീ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആണ്, നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. അവളോട് എന്നിട്ട് അവൻ പോയി റെസ്റ്റ് എടുക്കാനായിട്ട് പറയാണ്. അവൾ പോയി കുറച്ച് കഴിയുമ്പോൾ ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് വരുമ്പോൾ ഇവനൊരു ഫോണും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവൾ കേൾക്കുന്നത്. അന്ന് കല്യാണ ദിവസത്തെ പാർട്ടിയിൽ ഫൂ ഇല്ലായിരുന്നെങ്കിൽ പോലും ഷെൻമിയാനും അവളുടെ കുടുംബവും എല്ലാവരുമായിട്ടൊക്കെയുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. അതിലവളുടെ രണ്ടാനമ്മ സൂലാനും അവരുടെ ബ്രദറായിട്ടുള്ള ആളുടെയൊക്കെ ഫോട്ടോ ഉണ്ട്. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ച് എൻ്റെ ഫോണിലേക്ക് തരണം എന്നാണ് അവൻ ഫോണിൽ പറയുന്നത്. അവളത് കേൾക്കുന്നുകൊണ്ട് ആ ഫോട്ടോയിൽ അവളും ഉണ്ടെന്ന് അവൾ ആലോചിക്കുകയാണ്. ഇവൻ്റെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് വിചാരിക്കുമ്പോഴാണ് അവനൊരു ബ്രെഡ് എടുത്ത് കടിക്കുന്നത്. അവൾ ഓടി വന്നിട്ട് എനിക്കും ബ്രെഡ് വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ബ്രെഡിൽ നിന്ന് ഒരു സൈഡ് കടിക്കുന്നുണ്ട്. ഫൂവിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എവിടുന്നേലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ പിടിച്ചൊക്കെ കയറിക്കോളൂ. ബ്രെഡ് ആക്രാന്തത്തോടെ കടിക്കുന്ന കുറച്ച് സീൻസ് ഞാൻ ഇടാം, നിങ്ങൾ എന്നെ കണ്ടോളൂ. പെന്നി അവൻ ഉറങ്ങിയതിന് ശേഷം അവൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അയച്ചേക്കുന്ന ഫോട്ടോസിലൊന്നും അവളുടെ പിക്ചറില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഷയോയാണ്. ഷയോ ഫോൺ ചെയ്യുന്നുണ്ട്. ഏതോ ഷൂ കമ്പനിയിൽ വിളിച്ചാണ് അവൾ സംസാരിക്കുന്നത്. പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത അവരുടെ ഷൂസ് ഒറ്റ പീസാണ്, അത് ഫൂ ആണ് ഓർഡർ ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അവൾക്ക് ദേഷ്യമാണ്. അതിൽ ഫൂ ഒരു പെൺകുട്ടിയുടെ പേര് കാർവ് ചെയ്ത് സ്പെഷ്യൽ ആക്കിയതുകൊണ്ട് ഫൂവിന് തന്നെ കൊടുക്കേണ്ടി വരും. സ്റ്റോറിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ പല ഷൂസും തരാമെന്ന് പറയുമ്പോഴത്തേക്കും അവളത് നിഷേധിക്കുന്നുണ്ട്. ഷെൻ വൂയാനാണെങ്കിൽ അപ്പോൾ ഷയോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾ അവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ഷയോ പറയുന്നുണ്ട്, നിന്റെ സിസ്റ്ററിനോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നും നമുക്ക് തട്ടിയെടുക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഷെൻ വൂയാനാണെങ്കിൽ ഇവളെ പ്രോംപ്റ്റ് ചെയ്യാണ്, നിനക്കത് കിട്ടാത്തത് നിനക്കതിൽ യാതൊരു അവകാശവും ഇല്ലാത്തത് കൊണ്ടാണ്. ഷെൻ വൂയാൻ തിരിച്ചു പറയും, നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആണ്, ഫൂയുടെ ഫസ്റ്റ് ചൈൽഡാണ്, വേറൊരു സ്ത്രീക്കും ഇനി അവളെ റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയത്തേയില്ല. എന്നിട്ട് അവൾ പറയും, നാളെ ഞങ്ങളുടെ ആനുവൽ പാർട്ടി നടക്കുകയാണ്, നീ വന്ന് എൻ്റെ സിസ്റ്ററിനോട് അപ്പോളജൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്നെ ക്ഷമിച്ചെന്ന് വരാം. അപ്പോൾ ഷയോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അപ്പോൾ നാളെയാണ് ആ പാർട്ടി, ഈ കുഞ്ഞ് ഇനി ജീവിക്കാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞ് പെന്നിയെയും ഫൂയാണ് കാണിക്കുന്നത്. സൂലാൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഇവർ എവിഡൻസോട് തന്നെ പൊക്കിയിട്ടുണ്ട്. മിസ്റ്റർ ഷെങ് ഒരു ഡേഞ്ചറസ് വുമണിയാണ് രണ്ടാമത് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, നിനക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഫൂ ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവളപ്പോൾ പറയും, ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ലവറിന് ഗിഫ്റ്റായിട്ട് ഷൂസ് കൊടുക്കുന്നത് അതിനർത്ഥം അവരുടനെ തന്നെ ബ്രേക്കപ്പ് ചെയ്യുമെന്നാണ്. ഫൂ പറയും, എനിക്ക് മറ്റുള്ളവർ പറയുന്നതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നീ കംഫർട്ടബിൾ ലൈഫ് ജീവിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ. നീ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സൈസ് വലുതായിട്ടാണ് ഞാൻ വാങ്ങിയേക്കുന്നത്. എന്നിട്ട് ഫൂ തന്നെ അത് അവളുടെ കാലിലിട്ട് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം ഷെങ്സിൻ്റെ പാർട്ടിയാണ്. അന്ന് അവരുടെ കമ്പനിയുടെ ഫസ്റ്റ് ആനുവൽ മീറ്റിംഗ് ആണ് അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ളത്. ഷെൻമിയാൻ അവിടെ വരുമ്പോഴേക്കും ഷെൻ വൂയാൻ അവിടെ ഉണ്ട്. അവൾ വന്നിട്ട് ഷെൻമിയാനോട് പറയും, അച്ഛൻ്റെ വില്ല് പ്രകാരം ഈ കമ്പനി എൻ്റെ പേരിലാണിപ്പോൾ, അത് ചേച്ചീനെ അപ്സെറ്റ് ആക്കിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നമുക്കിപ്പോഴും സിസ്റ്റേഴ്സായിട്ട് തന്നെ ഇരിക്കാമല്ലോ. അവിടേക്കപ്പോൾ ഷയോയും വരുന്നുണ്ട്. ഷെൻമിയാനും ഷെൻ വൂയാനും കൂടി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് മുകളിൽ നിന്ന് ഷയോ കുറച്ച് ബീഡ്സ് എടുത്ത് സ്റ്റെപ്പിലേക്ക് ഇടുകയാണ്. ആ ബീഡ്സിൽ ചവിട്ടി തന്നെ അവൾ ആ സ്റ്റെപ്പിൽ ഉരുണ്ട് മറിഞ്ഞ് വീഴുകയാണ്. ഷെൻ വൂയാൻ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും അവൾ ചുമ്മാ ചിരിച്ചും കൊണ്ട് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഷെൻമിയാനാണെങ്കിൽ താഴെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് ബ്ലീഡിങ് ആകും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതെന്താകുമെന്ന് നമുക്ക് ബാക്കി കാണാം. അതുവരെയും സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.